ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു PSG-യുടെ റെമോൺടാഡയെ കുറിച്ചിട്ടാണ്. അവസാനത്തെ ചിരി ഡെംബേലെ നടത്തിയതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് ബാഴ്സലോണ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ട് തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ലെഗിലുള്ള ഷാവിയുടെ മാസ്റ്റർ ക്ലാസ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ബാഴ്സലോണ എവേ മത്സരത്തിൽ പാരീസിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കായിരുന്നു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയാണ് ആ ഒരു അഡ്വാൻറ്റേജിൽ നിന്നും കാര്യങ്ങൾ കയ്യിൽ നിന്ന് പോയത്, അതിനെക്കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആ ഒരു ഫസ്റ്റ് ലെഗിൻ്റെ റിവ്യൂ പറയുന്ന സാഹചര്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാഴ്സലോണയ്ക്ക് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ആ ഒരു കപ്പിച്ചുലേഷൻ കംപ്ലീറ്റ്ലി തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു കപ്പിച്ചുലേഷൻ സംഭവിച്ചിരിക്കുകയാണ്. മൊമെൻറ്റ് ഓഫ് മാഡ്നസ് അറൂഹോ എന്ന് പറയുന്ന ഡിഫൻഡറിൻ്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കുകയാണ്. അതിന് വലിയ വില കൊടുക്കേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പിന്നെ ഷാവിയുടെ ഡിസിഷൻസ് ശരിയായിരുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. മത്സരത്തിലെ പ്രധാന ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 29ാമത്തെ മിനിറ്റിൽ റൊണാൾഡോ അറൂഹോ എന്ന് പറയുന്ന ഉറുഗ്വൻ താരത്തിന് ലഭിച്ചിട്ടുള്ള ആ ഒരു റെഡ് കാർഡ് തന്നെയാണ്. അതാണ് കംപ്ലീറ്റ്ലി കളിയുടെ ഗതി മാറ്റി മറിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം എല്ലാം അവരുടെ കയ്യിലായിരുന്നു. എല്ലാം അവരുടെ കയ്യിൽ. 3-2 പാരീസിൽ വിജയിക്കുന്നു. ഇവിടെ 1-0 ലീഡ് എടുക്കുന്നു. അങ്ങനെ 4-2 എന്നുള്ള അഗ്രിഗേറ്റ് സ്കോറിലാണ് കാര്യങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നത്. എല്ലാം അവരുടെ കയ്യിൽ. പക്ഷേ അവിടെ നിന്ന് പിന്നെ എല്ലാം കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അതാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കും. പക്ഷേ ഇത് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പരിപാടികൾ, ഇത്തരത്തിലുള്ള കപ്പിച്ചുലേഷൻ നിരന്തരം ഇപ്പം ഇങ്ങനെ സംഭവിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാഴ്സലോണയ്ക്ക് ക്രിസ്ത്യൻസിനെ ശരിക്കും സെക്കൻഡ് ലെഗിൽ മിസ് ചെയ്യും. കാരണം അവർക്കൊരു നാച്ചുറൽ DM ഇല്ല. ക്രിസ്ത്യൻസൻ തന്നെ ഒരു DM ആയി മാറിയിട്ടുള്ളൊരു താരമാണെന്ന് നമുക്കറിയാം. ഒരു നാച്ചുറൽ ഡിഫൻഡറാണ്. അതുപോലെ തന്നെ സെർജി റോബർട്ടോക്കും യെല്ലോ കിട്ടിയിട്ട് സസ്പെൻഷനിലായിരുന്നു. അപ്പോൾ അതൊക്കെ വലിയ പ്രശ്നമായി പോകും അവർക്കെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഷാവിയുടെ ലൈനപ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ വെച്ചിട്ടുള്ള മോശമില്ലാത്തൊരു ലൈനപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ടെർ സ്റ്റെഗൻ കീപ്പറായിട്ട്, ഡിഫൻഡർമാരായിട്ട് കുബാർസിയും അറൂഹോയും മികച്ച രീതിയിൽ പാരീസിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ലെഫ്റ്റ് ബാക്കായിട്ട് കൺസേലോ, റൈറ്റ് ബാക്കായിട്ട് കൂണ്ടേ മികച്ച രീതിയിൽ തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഫ്രങ്കി ആ ഒരു ഡീപ്പസ്റ്റ് റോള് കളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇടവും വലവുമായിട്ട് ഏൽക്കായ് ഗുണ്ടോനും പെഡ്രിയും കളിക്കുന്ന ഒരു സാഹചര്യം. പിന്നെന്താണ്, നമുക്ക് ആ ഒരു ഫ്രണ്ട് ത്രീയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ലെവൻഡോസ്കിയും റഫീനയും അതുപോലെ തന്നെ പിന്നെ നമ്മൾ ആ ഫ്രണ്ട് ത്രീയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലമീൻ യമാലും റഫീനിയും ലെവൻഡോസ്കിയും കളിക്കുന്നൊരു സാഹചര്യം. PSG-യെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ലെഗിൻ്റെ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൂയിസ് എൻറിക്കെ എന്ന് പറയുന്ന PSG-യുടെ മാനേജറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂടുതലും ഫ്രീ റോൾ കൊടുക്കേണ്ടിയിരുന്നത് കിലിയൻ എംബാപ്പയ്ക്കായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം കൂടുതലും ആ ഒരു ലെഫ്റ്റ് ഏരിയയിൽ ടക്കിൻ ചെയ്തിട്ട് കളിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കൂടുതലും കാണാൻ സാധിച്ചിരുന്നത്. ഇടയ്ക്കൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം കൂടുതലും ആ ഒരു ലെഫ്റ്റ് വിങ്ങിൽ വളരെ വൈഡായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ മത്സരത്തിലുടനീളം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഈ മത്സരത്തിൽ അദ്ദേഹം ലെഫ്റ്റിൽ ബാർക്കോളെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു, റൈറ്റിൽ ഡെംബേലെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു. എംബാപ്പയ്ക്ക് ആ ഒരു ഫ്രീ റോൾ, ആ ഒരു സെൻട്രൽ റോൾ അദ്ദേഹം കളിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ സെയർ എമിറിയെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു. വിറ്റീനിയും ഫാബിയൻ റൂയിസ് ആയിരുന്നു ആ ഒരു 6 റോൾ കളിക്കുന്നുണ്ടായിരുന്നത്. പിന്നെയോ ഡിഫൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഹക്കീമി തിരിച്ചു വന്നിരിക്കുകയാണ്. അതൊരു മേജർ ബൂസ്റ്റ് ആയിരുന്നു. റൈറ്റ് ബാക്കായിട്ട് അതിൻ്റെ പേസും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആകും. പിന്നെ ഇൻവേർട്ട് ചെയ്യാനും കഴിവുള്ള തരത്തിലുള്ള ഒരു പ്ലെയറാണ്. ഇന്നലത്തെ മത്സരത്തിൽ അദ്ദേഹം മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്ത് കളിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, മാർക്കിന്യോസും ലൂക്ക ഹെർണാണ്ടസും ഡിഫൻസിൽ കളിക്കുന്നു. ലെഫ്റ്റ് ബാക്കായിട്ട് ന്യൂനോ മെൻഡസ് ഇൻക്രെഡിബിളി പേസി ആയിട്ടുള്ള ഫുട്ബോളാണെന്ന് നമുക്കറിയാം. ഡോണറുമ കീപ്പറായിട്ട്. ഇതായിരുന്നു 2 ടീമുകളുടെയും ലൈനപ്പ് ഉണ്ടായിരുന്നത്. ഇനി മത്സരത്തിൻ്റെ ഒരു ആദ്യ 10-12 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ബാഴ്സലോണ അവരുടെ ഏരിയയിൽ നിന്ന് പോകാൻ പറ്റാത്ത രീതിയിൽ പിന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. PSG നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബാഴ്സലോണ ഒരു യുദ്ധം പോലെ മത്സരത്തെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ടാക്കിൾ ചെയ്യുന്നു, അങ്ങനെ അവർ ബ്ലോക്കുകൾ നടത്തുന്നു. അങ്ങനെ മത്സരത്തിൽ അവർ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സാധനം, ഡിഫൻസ് വേഴ്സസ് അറ്റാക്കാണ് നമുക്ക് തുടക്കം മുതൽ കാണാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നോട്ടബിളായിട്ട് നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ചില സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ PSG-യുടെ പ്രസ്സിങ് നല്ലൊരു പ്രസ്സിങ് യൂണിറ്റ് ആണെന്ന് നമുക്കറിയുന്നതാണ്. അപ്പോൾ അവരുടെ പ്രസ്സിങ്ങിൽ ഈ ബാഴ്സലോണ ബിൽഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ കുബാർസിയെ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു എംബാപ്പയ്ക്കാണെങ്കിലും. അറൂഹോയെ കാര്യമായിട്ട് പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പകരം ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്നുണ്ടായിരുന്ന ബാർക്കോള ചെയ്യുന്നത് എന്തായിരുന്നു വെച്ചാൽ, ഈ അറൂഹോയ്ക്ക് ഈ കൂണ്ടയിലേക്കുള്ള പാസിംഗ് ലൈൻ കട്ട് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അറൂഹോക്ക് സമയം കൊടുക്കുന്നുണ്ടായിരുന്നു ബോളിൽ, അദ്ദേഹത്തോട് പാസിപ്പിക്കാൻ പറയുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുബാർസിയേക്കാൾ അത്ര നല്ല പാസറല്ല അറൂഹോ നമുക്കറിയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഗെയിമിലൊരു വീക്ക്നെസ് ആണ് ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ. അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ പറ്റി. അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രശ്നവും ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ
എന്താണ് ലൂയിസ് എൻട്രിക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ധാരണ ഉണ്ടായിരുന്നു. ലൂയിസ് എൻട്രിക്ക് പിന്നെ തൻ്റെ താരങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അരൂഹോക്ക് സമയം കൊടുത്തു എന്നുള്ളത്. അങ്ങനെ അരൂഹോ എന്താണ് പാസ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ, അതും ലൈൻ ബ്രേക്കിംഗ് പാസുകളൊക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അതൊക്കെ PSG അനായാസമായിട്ട് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിൽ 2-3 തവണ അദ്ദേഹം പൊസിഷൻ ലൂസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ലൈഡിങ് ടാക്കിൾ, ബോക്സിലുള്ള ഒരു സ്ലൈഡിങ് ടാക്കിൾ, അത് ജസ്റ്റ് പ്ലെയറിനെ മിസ്സായി പോകും. കാരണം പ്ലെയർ അവിടെ മനോഹരമായിട്ടൊരു ഫേക്ക് ഇടുന്നൊരു സാഹചര്യം നമുക്ക് തുടക്കത്തിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ബാഴ്സലോണ മത്സരത്തിൽ ലീഡ് എടുക്കുന്ന സാഹചര്യം നമ്മൾ കാണണം. 12ാമത്തെ മിനിറ്റിലോ 13ാമത്തെ മിനിറ്റിലോ ബാഴ്സലോണ ലീഡ് എടുക്കുന്നു. അതിൽ അരൂഹോയുടെ ഡിസ്ട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ അരൂഹോക്ക് അവർ സമയം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അങ്ങനെ അതേ രീതിയിൽ സമയം കൊടുക്കുന്നു. ഇത്തവണ അദ്ദേഹത്തിന് PSG അനുവദിച്ച ആ ഒരു അഡ്വാൻറ്റേജ് അദ്ദേഹം മുതലെടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാം. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലോങ് ബോൾ റൈറ്റിലേക്ക് കൊടുക്കുന്നു ലമീൻ യമാലിലേക്ക്. ലമീൻ യമാൽ അത് പിന്നെ റിസീവ് ചെയ്തതിന് ശേഷം അതിൻ്റെ പേസിംഗ് റെഗുലർ നമുക്കറിയാം. ന്യൂനോ മെൻഡസും എക്സ്ട്രീംലി പേസി ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ബാക്കാണ്. പക്ഷേ അവിടെ ന്യൂനോ മെൻഡസിനെ സംബന്ധിച്ചോളം പേടിച്ചാൽ കിട്ടേണ്ട ചങ്ങായിനെ, ലമീൻ യമാലിനെ PSG ലെഫ്റ്റ് ബാക്കായിട്ടുള്ള ന്യൂനോ മെൻഡസ് എന്ന് പറയുന്നത് ഒടുക്കത്തെ പേസുള്ള ചങ്ങായിയാണ്. ആ ചങ്ങായിക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല. ലമീൻ യമാൽ അങ്ങനെ തൻ്റെ സ്കൂട്ടറിൽ ആ ഒരു പിന്നെ ബൈലൈനിലേക്ക് പോകുന്നു. ബൈലൈനിലേക്ക് അടുത്ത് എത്തിയതിന് ശേഷം അദ്ദേഹം ആ ഒരു 6 അടിയിലേക്ക് അത് കൃത്യമായിട്ട് ക്രോസ് ചെയ്ത് കൊടുക്കുന്നു. അതിലേക്ക് കൃത്യമായിട്ട് ഓടി എത്തിയിട്ടുണ്ടായിരുന്നത് റഫീനിയാണ്. റഫീനെ ഫിനിഷ് ചെയ്യുന്നു. റഫീനയുടെ ഷിനിൽ തട്ടിയിട്ടാണ് അത് വലയിലേക്ക് പോകുന്നത്. ഡസൻറ്റ് മാറ്റർ, അതൊരു നല്ലൊരു ഗോളായിരുന്നു ബാഴ്സലോണ അടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താണ് ഞാൻ പറഞ്ഞ പോലെ എല്ലാം ബാഴ്സലോണയുടെ കയ്യിലാണ്. ബാഴ്സലോണയ്ക്ക് 2 ഗോളിൻ്റെ അഡ്വാൻറ്റേജ് ടൈയിൽ ലഭിച്ചിരിക്കുകയാണ്. 4-2 എന്ന രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ടൈ. അങ്ങനെ മത്സരം പുരോഗമിക്കുന്നു. ഇതിനിടയിൽ എംബാപ്പയ്ക്ക് അപ്പുറത്ത് ഒരു ഫ്രീ ഹെഡർ ലഭിച്ചിട്ടായിരുന്നു ഒരു ഷോർട്ട് കോർണറിൽ. അപ്പോൾ ഈ ഷോർട്ട് കോർണറിനെ ഡീൽ ചെയ്യാൻ ബാഴ്സലോണയ്ക്ക് സാധിക്കുന്നില്ല തുടക്കം മുതൽ എന്നുള്ളത് എടുത്ത് പറയുന്ന സംഭവമാണ്. കാരണം ആ ഒരു ഷോർട്ട് കോർണറിലൂടെ വീണ്ടും PSG മത്സരത്തിൽ ഗോൾ അടിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഷോർട്ട് കോർണർ എടുക്കുന്നു. ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ക്രോസ് ബോക്സിലേക്ക് വരുന്നു. എംബാപ്പെ ഫ്രീ ഹെഡർ അദ്ദേഹം ബാറിന് മുകളിലൂടെ ഒരു കൺവിക്ഷൻ ഇല്ലാതെ ഹെഡ് ചെയ്ത് കളയുന്ന ഒരു സാഹചര്യം വേണ്ടത്. അതുപോലെ തന്നെ ഇപ്പുറത്ത് ലെവൻഡോസ്കിക്ക് ബാഴ്സലോണയുടെ ലീഡ് ഉയർത്താനുള്ള മനോഹരമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്ന നമ്മൾ കണ്ടത്. അപ്പോൾ അതിലും അരൂഹോയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ, അരൂഹോ കയറി വന്നിട്ട്, അതായത് PSG ഏരിയയിലേക്ക് കയറി വന്നിട്ട് എംബാപ്പയുടെ അടുത്ത് നിന്ന് ഒരു ഡ്യുവൽ വിൻ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ ഡ്യുവൽ വിൻ ചെയ്യുന്നു. റഫീന ബോള് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫ്രങ്കി ഡിയോങ്ങിന് പാസ് ചെയ്ത് കൊടുക്കുന്നു. ഫ്രങ്കി ഡിയോങ് ആ ഒരു ലെഫ്റ്റ് ഫ്ലാങ്കിലാണ് ആ ഒരു സാഹചര്യത്തിലുള്ളത്. ഈ ഡിഫൻസിൻ്റെ പുറകിലൂടെ റൺ ചെയ്തിട്ടുള്ള റഫീനിയെ പിക്ക് ചെയ്യുന്നു. ആ ഒരു ലെഫ്റ്റ് ഹാഫ് സ്പേസിലൂടെ റൺ ചെയ്തിട്ടുള്ള റഫീനിയെ പിക്ക് ചെയ്യുന്നു. റഫീന ഒരു ബൈലിൻ്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ന്യൂനോ മെൻഡസ് റീഡ് ചെയ്യുന്നു. ന്യൂനോ മെൻഡസ് അത് ക്ലിയർ ചെയ്യണം. പക്ഷേ ക്ലിയർ ചെയ്ത സാധനം ബോക്സിൽ തന്നെ നിൽക്കുന്ന ലെവൻഡോസ്കിയിലേക്കാണ് ചെന്നുണ്ടായിരുന്നത്. അപ്പോൾ ലെവൻഡോസ്കി നല്ലൊരു ടച്ച് എടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഫെയിൻറ്റ് നമ്മൾ കാണുന്നു. അതിനുശേഷം കൃത്യമായിട്ടും ആ ഒരു ഷൂട്ടിംഗ് ഏരിയയാണ്, ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ബോൾ റിസീവ് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള ഷൂട്ടിംഗ് ഏരിയയിൽ അദ്ദേഹം തൻ്റെ റൈറ്റ് ഫുട്ട് കൊണ്ടൊരു സാധനം അൺലീഷ് ചെയ്യുന്നു. പക്ഷേ അത് ഗോളാകുന്നില്ല. കാരണം ബാറിന് മുകളിലൂടെ പോവാണ്. ലെവൻഡോസ്കിയുടെ ക്ലാസ് അനുസരിച്ചിട്ട്, ലെവൻഡോസ്കി എന്ന് പറയുന്ന സ്ട്രൈക്കറിൻ്റെ എബിലിറ്റി അനുസരിച്ചിട്ട് അദ്ദേഹം അവിടെ അറ്റ്ലീസ്റ്റ് അത് ടാർഗറ്റിലേക്ക് അടിക്കണമായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. റൈറ്റ് ഏരിയയിൽ നിന്നുള്ള ഡെംബേലയുടെ സ്വിച്ച് നമ്മൾ കാണാണ്. അപ്പോൾ എന്താണ് റൈറ്റ് വിങ്ങർ ആ ഒരു മിഡ്ഫീൽഡിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് കയറിയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ലെഫ്റ്റ് വിങ്ങർ ആയിട്ടുള്ള ബാർക്കോളയെ പിക്ക് ചെയ്യുന്നു. ബാർക്കോള ബോക്സിലേക്ക് ക്രോസ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഫാബിയാൻ റൂയിസ് പിന്നെ നല്ലൊരു റണ്ണ് ബോക്സിലേക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് കുറച്ച് സ്പേസ് അവിടെ ബോക്സിൽ കാണപ്പെടുന്നുണ്ടായിരുന്നു. ആ സ്പേസിലാണ് എംബാപ്പെ നിൽക്കുന്നുണ്ടായിരുന്നത്. എംബാപ്പയിലേക്കാണ് ക്രോസ് വന്നുകൊണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ്, അത് ഫസ്റ്റ് ടൈം അറ്റംപ്റ്റാണ് എംബാപ്പെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഗോൾ ബൗണ്ട് ആയിട്ടുള്ള സാധനമായിരുന്നു. മനോഹരമായിട്ട് ടെർ സ്റ്റെഗൻ സേവ് ചെയ്യുന്നത്. അത് കോർണറിൽ കലാശിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ ബാഴ്സലോണ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം കാണുന്നു. പിന്നെയാണ് 29ാമത്തെ മിനിറ്റിൽ മത്സരത്തിൻ്റെ ഗതിയെ മൊത്തത്തിൽ മാറ്റിയ ആ ഒരു റെഡ് കാർഡ് സംഭവിക്കുന്നത്. അതെങ്ങനെയാണ് വരുന്നത്? ഞാൻ തുടക്കത്തിലെ പറഞ്ഞ പോലെ തന്നെ അരൂഹോയെ പ്രസ് ചെയ്യുന്നില്ല PSG പ്ലെയേഴ്സ്. പകരം ബാർക്കോള കൃത്യമായിട്ടും എന്താണ് അരൂഹോയുടെ കൂണ്ടയിലേക്കുള്ള പാസിനെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അരൂഹയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പാസിനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. ആ പാസ് അവിടെ ന്യൂനോ മെൻഡസ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു. ആ ഒരു റൈറ്റ് ഏരിയയിലേക്ക് എന്താണ് കൃത്യമായിട്ടുള്ളൊരു കൺവിക്ഷൻ ഇല്ലാതെയാണ് അരൂഹ പാസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ന്യൂനോ മെൻഡസ് ഇൻ്റർസെപ്റ്റ് ചെയ്യുകയാണ്. ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ടുള്ള സാധനം ബാർക്കോളയിലേക്കാണ് വന്നു വീഴുന്നത്. ബാർക്കോളയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല പേസി ആയിട്ടുള്ള ട്രിക്കി ആയിട്ടുള്ള ഒരു വിങ്ങറാണ് നമുക്കറിയാണ്. അപ്പോൾ അദ്ദേഹം പിന്നെ ആ ബോളുമായിട്ട് പോവുകയാണ്. അപ്പോൾ ബോളുമായിട്ട് ബോക്സിനെ ലക്ഷ്യമാക്കിയിട്ട് നീങ്ങുന്നു. അരൂഹയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ ടൈം അവിടെ ഇത്തിരി പാളിപ്പോയി. കാരണം നേരത്തെ റിയാക്ട് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ബാർക്കോളയെ ബെറ്ററായിട്ട് പിടിക്കാൻ പറ്റുമായിരുന്നു. അത് ഒക്കെ നമുക്കിപ്പോൾ അനലൈസ് ചെയ്യുമ്പോൾ പറയാൻ പറ്റുന്നുള്ള സംഭവമുള്ളൂ. ആ ഒരു പിന്നെ സ്പ്ലിറ്റ് സെക്കൻഡിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മൈൻഡിലൂടെ പോയതെന്ന് നമുക്കറിയില്ല.
അങ്ങനെ പിന്നെ അദ്ദേഹം അവിടെ ഒരു ചാലഞ്ച് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നു. അവിടെ വലിയ കോൺടാക്റ്റോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്താണ്, തോളിൽ പിടിക്കുന്നുണ്ട്. അതിൽ ബാർക്കോള വീണു പോകുന്നു. അത് ബോക്സിന് തൊട്ട് പുറത്തായിട്ടാണ് എന്നുള്ള നിഗമനത്തിലേക്ക് റെഫറി എത്തുന്നു. അങ്ങനെ റെഫറി ഒട്ടും ഹെസിറ്റേറ്റ് ചെയ്യാതെ നേരെ റെഡ് കാർഡ് അറൂഹോക്ക് കൊടുക്കുകയാണ്. അത് സത്യം പറഞ്ഞാൽ ബോക്സിലായിരുന്നെങ്കിൽ അത് പെനാൽറ്റി ആയതിനെ, പകരം ഒരു യെല്ലോ കാർഡിൽ കാര്യങ്ങൾ ഒതുങ്ങിയേനെ. ഡബിൾ പണിഷ്മെൻറ്റ് ആ ഒരു കാര്യത്തിൽ ബാഴ്സലോണയ്ക്ക് കിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ അതായിരുന്നതിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. അല്ലെങ്കിൽ അവിടെ എന്താണ്, അറൂഹോ കുറച്ചുകൂടി സെൻസിബിളായിട്ട് മത്സരത്തിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു സ്ഥിതിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അവിടെ ഒരു തീരുമാനം എടുക്കണമായിരുന്നു. അവിടെ വിട്ടുകളയണമായിരുന്നു. ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിൽ നമ്മൾ ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷേ ഈ എന്താ പറയുക, എലീറ്റ് പ്ലെയർമാരും ഇത്തരത്തിലുള്ള ചാലഞ്ചുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ സ്റ്റിൽ കുറേ കൂടി അറൂഹയേക്കാൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പ്ലെയർ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചിന്തിച്ച് പോയേനെ. അവിടെ വിട്ടിരുന്നെങ്കിലും ഓക്കെ ആയേനെ. കാരണം ചിലപ്പോൾ ബാർക്കോള അടിക്കണം എന്നൊന്നുമില്ല, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയി പോയേനെ. ഇനി അഥവാ ഗോൾ അടിച്ചെങ്കിൽ തന്നെ 11 പേരുള്ള ബാഴ്സയ്ക്ക് കളിക്കാൻ പറ്റുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു ബാക്കിയുള്ള മിനിറ്റുകൾക്ക്. ആ ഒരു കാര്യത്തിൽ എന്താണ്, ബോക്സിൻ്റെ തൊട്ട് പുറത്താകാണ് ആ ഒരു ചാലഞ്ച്, റെഡ് കാർഡ് കിട്ടുകയാണ്, 10 പേരായിട്ട് ബാഴ്സലോണ ചുരുങ്ങാണ്. ആ ഒരു മൊത്തത്തിലുള്ള സീക്വൻസിൽ അറൂഹയെ സംബന്ധിച്ചിടത്തോളം കംപ്ലീറ്റ്ലി ബ്രെയിൻ ഫാർട്ട് ചെയ്തിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് കാണുന്നത്. ഇനീഷ്യലി അദ്ദേഹത്തിൻ്റെ പാസ് ഇൻ്റർസെപ്റ്റ് ചെയ്യപ്പെടുന്നു, റിയാക്ട് ചെയ്യാൻ അറൂഹോ വൈകുന്നു. ഡിഫെൻസീവ് മിഡ്ഫീൽഡറിൻ്റെ ഭാഗത്തു നിന്നും ഒരു റിയാക്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഫ്രങ്കിയും കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടില്ല. പക്ഷേ സ്റ്റിൽ എന്താണ്, അറൂഹോയുടെ റിയാക്ഷനും അവിടെ പ്രശ്നമായിരുന്നു, റിയാക്ഷൻ ടൈം പ്രശ്നമായിരുന്നു. പിന്നെന്താണ് അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ്. അത്തരത്തിൽ ഈ മൊമെൻറ്റിൽ എല്ലാം അറൂഹോക്ക് പാളിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അങ്ങനെ കുറേ വാദിച്ചു നോക്കി, കുബാർസി വരുന്നുണ്ട് തൻ്റെ പുറകിൽ എന്നുള്ള രീതിയിൽ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. റെഫറി ആ തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം ശരിയാണ്, അതിൽ കാര്യമായിട്ടൊന്നും പറയാനില്ല. കാരണം അതൊരു ലാസ്റ്റ് മാൻ ആണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഛാവി എടുത്തിട്ടുള്ള തീരുമാനം അത് ശരിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്, ബാഴ്സലോണയ്ക്ക് അപ്പോഴും ഫ്രീ കിക്കാണ് അവർ വഴങ്ങിയിട്ടുള്ളത് എഡ്ജ് ഓഫ് ദ ബോക്സിൽ. ബാഴ്സലോണയ്ക്ക് 2 ഗോളിൻ്റെ ലീഡുണ്ട്, മൊത്തം ടൈൽ. ഈ മത്സരത്തിലാണെങ്കിൽ 1-0 ലീഡുണ്ട്. എന്ത് ചെയ്യണം? ഛാവി തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ ലമീൻ യമാലിനെ പിൻവലിക്കാനുള്ള തീരുമാനം എടുക്കുന്നു. അപ്പോൾ അവിടെയും ഈ ഷാവി ഹെർണാണ്ടസിൻ്റെ ആ ഒരു ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് നമുക്കവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു മൊമെൻറ്റിൽ അദ്ദേഹം എക്സ്പീരിയൻസിന് അവിടെ വില കൊടുക്കുന്നൊരു കാര്യം നമ്മൾ കണ്ടു. ബ്രേവറിയേക്കാൾ അദ്ദേഹം വിചാരിച്ചത് ഓക്കെ 10 പേരെ വെച്ച് ചുരുങ്ങി, ഇനി എൻ്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഈ മത്സരത്തിൽ ഈ ഒരു സ്കോർ ലൈൻ നമുക്ക് 2 ഗോളിൻ്റെ ലീഡിൻ്റെ ടൈൽ അത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ളൊരു ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. ഡിഫെൻസീവ് ആയിട്ടുള്ളൊരു ചിന്തയാണ് പോയത്. കുറേ കൂടി ബ്രേവ് ആയിട്ടുള്ളൊരു തീരുമാനം എന്തായിരുന്നതെന്ന് വെച്ചാൽ ലമീൻ യമാലിനെ അവിടെ നിർത്തുക എന്നുള്ളതായിരുന്നു. കാരണം വെച്ചാൽ ലമീൻ യമാലാണ് ആ ഒരു ഫസ്റ്റ് ഗോൾ പ്രൊവൈഡ് ചെയ്തത്. മാത്രമല്ല അതിൻ്റെ പേസ് ഈ 10 പേരെ വെച്ച് കളിക്കുന്ന സാഹചര്യത്തിൽ ടീമിന് ഗുണം ചെയ്തേനെ എന്നുള്ളൊരു കാര്യമുണ്ട്. പിന്നെ ആരെ പിൻവലിക്കണം എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും. ലെവൻഡോസ്കിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മത്സരത്തിൽ ആ ഒരു 29 മിനിറ്റ് ഉള്ള സാഹചര്യത്തിലല്ല റെഡ് കാർഡ് വരുന്നത്. ആ ഒരു സാഹചര്യം വരെയും അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ മത്സരത്തിന് മൊത്തത്തിലുള്ള ഗതി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് തവണ 8 തവണയോ 9 തവണ എങ്ങാനും പൊസഷൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ ഈ മത്സരം കഴിഞ്ഞിട്ട് നമ്മൾ പുറകിലേക്ക് നോക്കുന്ന സാഹചര്യത്തിൽ ലെവൻഡോസ്കിയെ മാറ്റിയിട്ട് റഫീനെ ആ ഒരു ലോൺ സ്ട്രൈക്കറാക്കി നിർത്തിയിട്ട് ലമീൻ യമാലിനെ കൂടി അവിടെ നിർത്തണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. പക്ഷേ എന്താണ്, ആ ഒരു സാഹചര്യത്തിൽ ഛാവി വിചാരിച്ചത് ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യാം, അതിന് തൻ്റെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതേ സംബന്ധിച്ചോളം കാര്യമായിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. അദ്ദേഹത്തിന് ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആയിട്ടില്ല. അതൊരു പോയിൻ്റാണ്. കാരണം ആ ഒരു PSG ബെഞ്ചിലേക്ക് നോക്കുമ്പോഴും ബാഴ്സലോണ ബെഞ്ചിലേക്ക് നോക്കുമ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ബാഴ്സലോണയ്ക്ക് ഉണ്ട് എന്നുള്ളത്. എന്തായാലും ഛാവി എന്ന് പറയുന്ന മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിനും ഒരു ലേണിംഗ് കർവാണ്, ഒരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് അദ്ദേഹത്തിനും ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഛാവിയെ ബ്ലെയിം ചെയ്യാനൊന്നും പറ്റില്ല. ശരിയാണ്, ലമീൻ യമാലിനെ മാറ്റിയ ആ ഒരു തീരുമാനത്തിൽ നമുക്ക് ഡിബേറ്റ് നടത്താം. പക്ഷേ റെഡ് കാർഡാണ് കളി മൊത്തത്തിൽ മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല ബാഴ്സലോണയോളം അത്തരത്തിൽ ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയേഴ്സൊന്നും അവൈലബിൾ ആയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ എന്താണ്, അറ്റാക്ക് ചെയ്യുന്നതായിരുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു തീരുമാനം ആ ഒരു ഹോം ഗ്രൗണ്ടിൽ. ഈവൻ ദോ അവർ 10 പേര് വെച്ച് കളിക്കുന്ന സാഹചര്യം. കാരണം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആംപിയർ അവർക്കില്ല. ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് വേറൊരു മെൻറ്റാലിറ്റിയാണ്. അതായത് ഈ ഒരു അവസരത്തിലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ചെൽസിയുടെ ആ ഒരു മത്സരത്തെക്കുറിച്ച് ഓർമ്മ വന്നത്. ബാഴ്സലോണയ്ക്കെതിരെ, അതും പെപ്പിൻ്റെ ആ ഒരു സൂപ്പർ ടീമിനെതിരെ ഒരു ഗോളിന് പുറകിൽ നിന്നതിന് ശേഷം 10 പേരെ വെച്ചിട്ട് ചെൽസി തിരിച്ചു വന്നിട്ട് വിജയിച്ചിട്ടുള്ള ആ ഒരു മത്സരം ഓർമ്മയില്ലേ? ഫെർണാണ്ടോ ടോറസ് അടിച്ചിട്ടുള്ള ഗോള്, റമീറസിൻ്റെ ഗോള്, ഫ്രാങ്ക് ലംപാർഡിൻ്റെ പാസ് എന്നുള്ള റമീറസിൻ്റെ ആ ഒരു ചിപ്പ്, വാൽഡസിനെ ചിപ്പ് ചെയ്തിട്ടുള്ള രീതിയൊക്കെ. അപ്പോൾ അത്തരത്തിൽ കംബാക്ക് ചെയ്യാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരത്തിൽ 10 പേര് വെച്ച് കളിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും ഈ ഒരു സ്റ്റേജിൽ അതിന് ഭീകരമായിട്ടുള്ള ആംപിയർ വേണം. അത്
കറണ്ട് ബാഴ്സലോണ സൈഡിൽ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഷാവിയെ മൊത്തത്തിൽ ബ്ലെയിം ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഷാവി ഓവറോൾ ഇൻക്രെഡിബിൾ പണിയാണ് ബാഴ്സലോണയിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. എന്തായാലും അദ്ദേഹം അവിടെ തുടരില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റഫീനിയൊക്കെ നിലനിർത്താനെടുത്ത തീരുമാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം വെച്ചാൽ റഫീനിയ ഒടുക്കത്തെ വർക്ക് റേറ്റ് ഓഫ് ദ ബോൾ കൊടുക്കുന്നത് തന്നെ ഡ്രിബിൾ ചെയ്യാനൊക്കെ കഴിവുള്ള തരത്തിലുള്ള ഒരു പ്ലെയറാണ്. ലെവൻഡോസ്കിയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ലെവൻഡോസ്കിയുടെ ഫസ്റ്റ് ലെഗിലെ പ്രകടനമൊക്കെ കണ്ടപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഒരുപാട് വിശ്വാസമുണ്ട് ലെവൻഡോസ്കിയിൽ. പലപ്പോഴും അമിത വിശ്വാസം ഷാവി കാഴ്ചവെക്കുന്നുണ്ട് ലെവൻഡോസ്കിയിൽ. ഒരു കാര്യമില്ലാതെ ചില മത്സരങ്ങളിലൊക്കെ അദ്ദേഹത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടേണ്ട മത്സരങ്ങളിൽ പോലും അദ്ദേഹത്തിന് ഫുൾ കളിപ്പിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ ഈ സീസണിൽ ഉടനീളം കണ്ടുള്ള സംഭവമാണ്. ഒടുക്കത്തൊരു ട്രസ്റ്റാണ് ഷാവി ഈ ലെവൻഡോസ്കിയിൽ കാഴ്ചവെക്കുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വിശ്വാസം ഒരു പ്ലെയറിൽ കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു കോട്ടം തട്ടുന്ന തരത്തിലുള്ള ഒരു കാര്യം അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇനി അടുത്ത ആ ഒരു ലെവലിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ റൂത്ത്ലെസ് ആകേണ്ട ഒരു സാഹചര്യം ഷാവിയുടെ ഗെയിമിൽ അദ്ദേഹം കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അത് പെപ്പിൽ നിന്നാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പിന്നെ പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏറ്റവും റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു മാനേജർ പെപ്പാണെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താണ് അതിപ്പോൾ എത്ര വലിയ പ്ലെയർ ആയിക്കോട്ടെ, അൺലെസ് ഇറ്റ് ഈസ് മെസ്സി. പക്ഷേ മെസ്സി പെപ്പിൻ്റെ കീഴിൽ ഒരു സ്റ്റിങ്കറൊന്നും കാഴ്ചവെച്ചില്ല, അത് വേറെ കാര്യം. അപ്പോൾ തൻ്റെ സിസ്റ്റത്തിന് ഏതെങ്കിലും തരത്തിൽ കോട്ടം തട്ടുന്ന പ്ലെയർ, അത് ഏതോ ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ, പെപ്പ് ഗാർഡിയോള എന്താ ചെയ്യുക, വളരെ റൂത്ത്ലെസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. അതിൻ്റെ ലക്ഷറി അദ്ദേഹത്തിന് ഏതൊരു ക്ലബ്ബിലും ഉണ്ടായിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അത്തരത്തിലുള്ള ലക്ഷറി ഷാവിക്കില്ല. പക്ഷേ സ്റ്റിൽ ഷാവിക്ക് ഇപ്പോൾ എന്താണ് മിറ്ററോക്കി എന്ന് പറയുന്ന ഓപ്ഷനൊക്കെ അവിടെ ഉണ്ടായിരുന്നു ലെവൻഡോസ്കിക്ക് പകരമായിട്ട്. ഞാൻ പറഞ്ഞത് ഈ മത്സരത്തെക്കുറിച്ച് മാത്രമല്ല, മൊത്തത്തിൽ ഈ സീസണിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചോയ്സ് എടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു, അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഷാവി ലെവയെ മാറ്റുന്നുള്ളത് ഞാനും ആ ഒരു സാഹചര്യത്തിൽ പ്രതീക്ഷിച്ചുള്ള സംഭവമൊന്നുമല്ല. അത് തന്നെ സംഭവിക്കുന്നു. ലെവ അവിടെ തന്നെ തുടരുന്നു. അങ്ങനെ പിന്നെ എന്താണ് ഒബ്വിയസ്ലി ബാഴ്സലോണ ബാക്ക് ഫുട്ടിലേക്ക് പോവുകയാണ്. ബാഴ്സലോണയ്ക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ പോകും എന്നുള്ള രീതിയിൽ തന്നെയാണ് പിന്നെ മത്സരം നടക്കുന്നുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ നമുക്കറിയാം, ഡെംബേലെ ആണെങ്കിലും എംബാപ്പെ ആണെങ്കിലും ബാർക്കോള ആണെങ്കിലും ഒടുക്കത്തെ പേസുള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ അങ്ങനെയുള്ള പേസുള്ള പ്ലെയേഴ്സിനെ വെച്ചിട്ട് ഒരു ആൾ കുറഞ്ഞിട്ടുള്ള രീതിയിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇന്നിവിറ്റബിളായിട്ടുള്ള ആ ഒരു PSG തിരിച്ചുവരവാണ് പിന്നെ കളി കാണുന്ന എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പിന്നെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ 40ാമത്തെ മിനിറ്റിൽ മാർക്കീനിയോസ് പിന്നെ വൺസ് അഗെയിൻ ബാർക്കോളയിലേക്കൊരു സ്വിച്ച് നടത്തുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. അങ്ങനെ ബാർക്കോലയും വിറ്റീനിയും അവിടെ കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ട് വിറ്റീനി അത് തിരിച്ച് ബാർക്കോലയിലേക്ക് തന്നെ കൊടുക്കുന്നു. 1-2 ഫ്രീക്ക് കിട്ടിയതിന് ശേഷം ബാർക്കോലയിലേക്ക് തന്നെ കൊടുക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. ബാർക്കോല എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ക്രോസ് ബോക്സിൽ കൊടുക്കണം. ആ ഒരു കോറിഡോർ ഓഫ് അൺസർട്ടനിറ്റി, ആ ഒരു 6 യാർഡ് ഏരിയയിലൂടെ ആ ബോൾ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവിടെ കുബാർസിക്ക് ആ ബോളിലേക്ക് എത്താൻ സാധിച്ചില്ല. അവിടെ കൺസേലോയുടെ പൊസിഷനിങ്ങിൽ പ്രശ്നം, അദ്ദേഹത്തിൻ്റെ അവയർനെസ്സിലുള്ള പ്രശ്നം, അദ്ദേഹത്തിൻ്റെ ഓവറോൾ ഡിഫെൻഡിങ്ങിലുള്ള പ്രശ്നം നമ്മളവിടെ കാണുകയാണ്. കാരണം അദ്ദേഹം അവിടെ ഡെംബേലയെ കണ്ടുപോലില്ല. പ്രത്യേകിച്ച് 10 പേരായിട്ട് ചുരുങ്ങിയുള്ള സാഹചര്യത്തിൽ കോൺസെൻട്രേഷനൊക്കെ അത്രയും ഹൈ ലെവലിൽ പോകേണ്ട ഒരു സാഹചര്യമാണ്. അവിടെ എന്താണ് ബാർക്കോളയുടെ ആ ഒരു ക്രോസ് ഡെംബേലയിലേക്ക് എത്തുന്നു. കൺസേലോ ഞാൻ പറഞ്ഞു കണ്ടുപോലില്ല, ഡെംബേലെ അത് ഗോളാക്കി മാറ്റുകയാണ്. അങ്ങനെ PSG മത്സരത്തിലേക്ക് ആദ്യ പകുതിയിൽ തന്നെ തിരിച്ചു വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ ആ ഗോൾ വീഴേണ്ട സാഹചര്യത്തിൽ ഈ ലമീൻ യമാലിനെ പിൻവലിച്ചിട്ട് ഡിഫൻഡറിനെ കൊണ്ടുവന്നത് ഇനീഗോ മാർട്ടിനസിനാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. ഇനീഗോ മാർട്ടിനസിന് അവിടെ യെല്ലോ കിട്ടുന്നു, എംബാപ്പയ്ക്കും യെല്ലോ കിട്ടുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. അങ്ങനെ ആ ഒരു ബോൾ കൊടുക്കാത്ത തർക്കമൊക്കെ ആയിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പിന്നെ ഡെംബേലയുടെയും ബാർക്കോളയുടെയും വിറ്റീനിയുടെ ഒക്കെ ഷോട്ടുകളും നമ്മൾ ആ ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ ഡെംബേലയുടെയൊക്കെ ഷോട്ട് അഗെയിൻ കൺസേലോ എന്താണ് അവിടെ ചെയ്തിരുന്നതെന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഡെംബേലെ ഇത്തവണയും കാണാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് ജസ്റ്റ് പോകുന്ന ഒരു കാര്യം അതേപോലെ തന്നെ ഡെംബേലയും കാണിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് ഫാർ പോസ്റ്റിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഷോട്ടൊക്കെ, വോളി അറ്റംപ്റ്റൊക്കെ. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിയുന്നു 1-1 എന്നുള്ള രീതിയിലാണ്. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു. സെക്കൻഡ് ഹാഫ് വൺസ് അഗെയിൻ ആ ഒരു ഡിഫൻസ് അറ്റാക്ക് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 54ാമത്തെ മിനിറ്റിൽ വിറ്റീനിയയുടെ ആ ഒരു ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്നുള്ള ആ ഒരു ബാങ്ങർ നമ്മൾ കാണുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു പിന്നെ ഇഞ്ചുറി ടൈമിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിറ്റീനി അതേപോലെ ഒരു അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത്ര ക്ലീനായിട്ട് അദ്ദേഹത്തിന് ഹിറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അതൊരു സൂചനയായിരുന്നു. അത് ക്ലോസ് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഇതൊരു ഷോർട്ട് കോർണറാണ് വരുന്നത്. ഷോർട്ട് കോർണർ എടുക്കുന്നു PSG. അങ്ങനെ വിറ്റീനി ആ റൈറ്റ് ഹാഫ് സ്പേസിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിലേക്ക് ബോൾ എത്തുമ്പോൾ ആരും ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല. ലെവൻഡോസ്കി അത് കണ്ടിട്ടുണ്ട്. ലെവൻഡോസ്കി പോകാനുള്ള ശ്രമം നടത്തി, പക്ഷേ കാര്യമായിട്ട് അദ്ദേഹം റിയാക്ട് ചെയ്യുന്നില്ല. അതിൻ്റെ ആ ഒരു റിയാക്ഷൻ ടൈം ഒക്കെ വളരെ കുറവാണ്. വിറ്റീനി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് അദ്ദേഹം മനോഹരമായിട്ടുള്ളൊരു ഷോട്ട് അൺലീഷ് ചെയ്യുകയാണ്. അത് ഗ്രൗണ്ടിലൂടെയാണ് അദ്ദേഹം അടിച്ചുള്ളത്. പക്ഷേ ബ്യൂട്ടിഫുള്ളാണ്. നല്ല കൺവിക്ഷനോട് കൂടിയാണ് അദ്ദേഹം അടിച്ചുള്ളത്. അങ്ങനെ PSG ലീഡ് എടുക്കുന്നു മത്സരത്തിൽ. ആ ഒരു ഗെയിം ടേൺ അറൗണ്ട് ചെയ്യുന്നു, ടേൺ അറൗണ്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണണം. അപ്പോൾ അങ്ങനെ അവിടെ PSG മത്സരത്തിലേക്ക് തിരിച്ചു വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ഇതിനിടയിൽ
ബാഴ്സലോണയ്ക്ക് ഷാവി ഹെർണാണ്ടസിന് ഏറ്റവും ആവശ്യമുള്ളൊരു മത്സരമായിരുന്നു ആ ഒരു സൈഡ് ലൈനിൽ. അദ്ദേഹം ആ ഒരു റെഫറിങ് ഡിസിഷനിലൊക്കെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളും കാഴ്ചവെക്കുന്നു. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരു സംഭവം തട്ടി മാറ്റുന്നു ദേഷ്യത്തിൽ. അങ്ങനെ എന്താണ് അദ്ദേഹത്തിന് റെഡ് കാർഡ് കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണണം. അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് കരിയറിൽ അദ്ദേഹത്തിന് ആകെ 2 തവണ മാത്രമേ റെഡ് കാർഡ് കിട്ടിയുള്ളൂ. പക്ഷേ അദ്ദേഹം മാനേജറായതിനു ശേഷം ഇത് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ റെഡ് കാർഡാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു മാനേജർ എന്ന രീതിയിൽ അദ്ദേഹം എത്രത്തോളം സ്ട്രെസ്സ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു ടെമ്പർമെൻറ്റിലൊക്കെ ഒരു മാനേജർ എന്ന രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളും വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും പിന്നെ അസിസ്റ്റൻറ്റ് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നു. അസിസ്റ്റൻറ്റും പിന്നീട് റെഡ് കിട്ടുന്നതാണ് നമ്മൾ കണ്ടത്. അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും അങ്ങനെ മത്സരം പുരോഗമിക്കുന്നു. 61ാമത്തെ മിനിറ്റിൽ കൺസേലോ ഒരു പുവർ ചാലഞ്ച് നടത്തുന്നതാണ് നമ്മൾ കണ്ടത്. കൺസേലോ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ ആണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. പക്ഷേ ഡിഫെൻസീവ്ലി വൾണറബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഡിഫെൻസീവ്ലി വലിയ ലയബിലിറ്റി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ് കൺസേലോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. അറ്റാക്കിലൊക്കെ കാര്യമായിട്ട് അദ്ദേഹം കോൺട്രിബ്യൂട്ടൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു ലെഫ്റ്റ് ബാക്ക് എന്ന രീതിയിൽ അദ്ദേഹം പ്രത്യേകിച്ച് 10 പേര് വെച്ച് കളിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കൂടുതൽ ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ ആവശ്യമുണ്ട്. പക്ഷേ അവിടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ബ്രെയിൻ ഫാട്ട് മൊമെൻ്റ് നമ്മൾ കാണാണ്. ഒരു മോശം ടാക്കിൾ നമ്മൾ കാണാണ്. അപ്പോൾ അവിടെ ഡെംബേലേക്ക് ആ ബോൾ കൊടുക്കുന്ന കാര്യത്തിൽ ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ അദ്ദേഹം ബോൾ ഫസ്റ്റ് ടച്ച് അദ്ദേഹത്തിന് മോശമായിരുന്നു. അങ്ങനെ ആ ടച്ചിന് റീച്ച് ചെയ്യാനുള്ള ശ്രമമാണ് ഈ കൺസേലോ നടത്തിയത്. ആ ഒരു മോശം ഫസ്റ്റ് ടച്ച് കണ്ടിട്ടാണ് അദ്ദേഹം റിയാക്ട് ചെയ്യുന്നത്. അദ്ദേഹം പോയിട്ട് ടാക്കിൾ ചെയ്യുന്നു. അത് എന്താ പറയുക, പെനാൽറ്റിയാണത്. അതിൽ കാര്യമായിട്ടുള്ള ഒന്നും പറയാനൊന്നുമില്ല എന്നുള്ളതാണ്. ശരിയാണ്, ചിലരൊക്കെ പറഞ്ഞ ഹാർഷ് പെനാൽറ്റി എന്നുള്ളതാണ്. പക്ഷെ നമ്മളത് വീണ്ടും കാണുമ്പോൾ ആ കോൾ ശരിയാണ്. അത് പെനാൽറ്റി കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവം തന്നെയാണ്. അവിടെ എന്തിനാ ചാലഞ്ച് നടത്തി കൺസേലോയുടെ മേലേക്കാണ് നമ്മൾ ചോദ്യം ചോദിക്കേണ്ടത്. എന്തിൻ്റെ കാര്യത്തിന് ഓൾറെഡി 10 പേര് വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഡെംബേലെ അവിടെ പെനാൽറ്റി വിൻ ചെയ്യുന്നു. അവരത് സെലിബ്രേറ്റ് ചെയ്യുന്നു. എംബാപ്പെ പെനാൽറ്റി എടുക്കുന്നു. എംബാപ്പെ അത് വളരെ ഈസിലി സ്കോർ ചെയ്യുന്നൊരു കാര്യം നമ്മൾ കണ്ടു. എംബാപ്പയ്ക്ക് മത്സരത്തിൽ കാര്യമായിട്ടുള്ളൊരു ഇൻവോൾവ്മെൻറ്റ് നടത്താൻ സാധിച്ചില്ല. പക്ഷേ എംബാപ്പെ ആ ഒരു സെൻട്രൽ ഏരിയയിലേക്ക് നീങ്ങിയതോട് കൂടിയിട്ട് എന്താണ് ബാർക്കോലയ്ക്കും ഡെംബേലേക്കും അവരുടേതായിട്ടുള്ള പരിപാടികൾ വിങ്ങുകളിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഫസ്റ്റ് ലെഗിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് എംബാപ്പെ സെൻട്രൽ ഏരിയയിൽ കളിക്കുന്ന കാര്യത്തിൽ ഈ ഒരു സെക്കൻഡ് ലെഗിൽ ഉണ്ടാക്കിയുള്ളത്. പക്ഷേ ഓവറോൾ അദ്ദേഹത്തിന് ഇമ്പാക്റ്റ് അത്ര മികച്ചൊന്നും ആയിരുന്നില്ല. പക്ഷേ സ്റ്റിൽ 2 ഗോളുകൾ അദ്ദേഹം അടിച്ചു. അതിലേക്ക് നമുക്ക് വരാം. അങ്ങനെ പെനാൽറ്റിയിൽ നിന്നും എംബാപ്പെ ഈ ടൈയിലെ തൻ്റെ ആദ്യത്തെ ഗോൾ അടിക്കുന്നു. അങ്ങനെ PSG ലീഡ് എടുക്കുകയാണ് ടൈയിൽ. മത്സരം 3-1 എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. ഉടനെ തന്നെ ഷാവി ബെഞ്ചിലേക്ക് പോകാനുള്ള തീരുമാനം എടുക്കുന്നു. അദ്ദേഹം മുകളിലിരുന്നിട്ടാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത്. ഫെറാൻ വരികയാണ്, പെഡ്രിയെ പിൻവലിക്കുന്നു. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ ഈ 10 പേര് വെച്ച് കളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എക്സ്ട്രീംലി ഫിസിക്കൽ കണ്ടീഷൻ സൂപ്പർവായിരിക്കണം, അത്രയും ഫിറ്റായിരിക്കണം. അപ്പോൾ ഫിറ്റ്നസിൻ്റെ ഒരു പ്രശ്നം കാര്യമായിട്ട് ഈ ബാഴ്സലോണ സൈഡിലുണ്ട്. പെഡ്രിയൊക്കെ തിരിച്ചു വന്നിട്ടുള്ളൂ. അദ്ദേഹത്തിനൊന്നും ഒരിക്കലും 90 മിനിറ്റ് കളിക്കാൻ പറ്റില്ല. 90 മിനിറ്റ് പോയിട്ട് അതിനിപ്പോൾ ഈവൻ ഈ 60 മിനിറ്റ്സ് പോലും അത്ര ടോപ്പ് ലെവൽ കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല ഉള്ളത് നിലവിലത്തെ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ കണക്കിലെടുക്കുമ്പോൾ. അപ്പോൾ അത് 10 പേര് കളിക്കുമ്പോൾ എക്സ്ട്രാ കൊടുക്കേണ്ട ഒരു സാഹചര്യം. മാച്ച് ഫിറ്റ്നസിൻ്റെ അഭാവം കാര്യങ്ങളൊക്കെ ആ ടീമിലുണ്ട് എന്നുള്ളതും ഓർക്കണം. അങ്ങനെ 73ാമത്തെ മിനിറ്റിൽ എൽക്കായ് ഗുണ്ടോൻ്റെ ഒരു ക്വിക്ക് ഫ്രീ കിക്കിൽ റഫീനെ റിലീസ് ചെയ്യാണ്. റൈറ്റ് വിങ്ങിലൂടെ റൺ ചെയ്തിട്ടുള്ള റഫീനെ റിലീസ് ചെയ്യുന്നു. റഫീന എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടുന്ന് തൻ്റെ ആ ഒരു 10 ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു ബോക്സിൻ്റെ പുറത്ത് പോക്കറ്റ് ഓഫ് സ്പേസിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് ഓടി വന്ന ലെവൻഡോസ്കിയെ പിക്ക് ചെയ്യുന്നു. ലെവൻഡോസ്കി എന്നിട്ട് തൻ്റെ ലെഫ്റ്റ് ഫുട്ടിലേക്ക് എടുത്തിട്ട് ആ എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിന്ന് ഒരു കീടിലൻ ഷോട്ട് അൺലീഷ് ചെയ്യാണ്. ബ്യൂട്ടിഫുൾ ഷോട്ട്. അപ്പോൾ അവിടെ ലെവൻഡോസ്കിയുടെ റണ്ണൊന്നും ട്രാക്ക് ചെയ്യാനൊന്നും PSG സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ പോക്കറ്റ് ഓഫ് സ്പേസിൽ അദ്ദേഹം നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു DM-ൻ്റെ അഭാവമാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് PSG-യുടെ ഭാഗത്ത് നിന്ന്. അതിൻ്റെ ഷോട്ട് ഡൊണറൂമ മനോഹരമായിട്ട് സേവ് ചെയ്യണം. മത്സരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സേവാണ് അവിടെ ഡൊണറൂമ നടത്തിയത്. എന്നിട്ട് ആ റീബൗണ്ട് ആ ഒരു 6 ഏരിയയിലാണ് വന്നു വീണ്ടായിരുന്നത്. അപ്പോൾ അത് മീറ്റ് ചെയ്യാൻ ശ്രമിച്ച ബാഴ്സലോണ താരത്തിന് മുമ്പേ മാർക്കീനിയോസ് എത്തിയിട്ട് അവിടെ PSG രക്ഷപ്പെടുത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാണ്. അപ്പോൾ അത് ക്രൂഷ്യലായിട്ടുള്ളൊരു സംഭവമായിരുന്നു. പിന്നെ PSG ലിയെയും അസെൻസിയോയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് റൂയിസിനെ പിൻവലിച്ചിരുന്നത്. അപ്പോൾ വിറ്റീനിയ ഒരു DM പൊസിഷനിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ആ ഒരു അവസരത്തിൽ നമ്മൾ കാണണം. പിന്നെന്താണ് റഫീനിയ തൻ്റേതായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഡ്രിബിൾ ചെയ്തിട്ടൊക്കെ പോയിട്ട് എന്തെങ്കിലും രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ശ്രമം. അങ്ങനെ അദ്ദേഹം ബോക്സിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നൊരു കാര്യം നമ്മൾ കണ്ടു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റ് വൈഡായിട്ട് പോകാൻ ഡ്രാഗ് ചെയ്തു. അദ്ദേഹം തൻ്റെ ലെഫ്റ്റ് ഫുട്ട് കൊണ്ടുള്ള ആ ഒരു ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള അറ്റംപ്റ്റ് നല്ല രീതിയിലാണ് അദ്ദേഹം ബോക്സിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. PSG ആണെങ്കിൽ ബോൾ കീപ്പ് ചെയ്യാനുള്ള ശ്രമമാണത് വരെ നടത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ബാഴ്സലോണ കൗണ്ടർ ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെന്താണ് എമറി ഉഗാർത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഉഗാർത്തെ ആ ഒരു ടീമിലേക്ക് DM ആയിട്ട് വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നു. പിന്നെ ബാഴ്സലോണ ആണെങ്കിൽ ഫെലിക്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, കൺസോലെ പിൻവലിക്കുന്നു.
ഫെർമീനെ കൊണ്ടുവരുന്നു, ഫ്രങ്കിയെ പിൻവലിക്കുന്നു. ഫ്രങ്കിക്കൊന്നും കാര്യമായിട്ട് ഒരു ഇമ്പാക്റ്റ് മത്സരത്തിൽ ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് 10 പേരെ വെച്ചിട്ട് കളിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലാക്ക് ഓഫ് ഡിഫെൻസീവ് അവയർനെസ് ഒക്കെ നമുക്ക് ഈ മത്സരത്തിൽ പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു DM അല്ല ഫ്രങ്കി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. പക്ഷേ ബാഴ്സലോണ വേറെ ഓപ്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. റൊമയോ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ റൊമയോയുടെ ഫോം വളരെ മോശമാണെന്നുള്ളത് നമുക്കറിയുന്നതാണ്. അപ്പോൾ ഫ്രങ്കിയിൽ തന്നെ ട്രസ്റ്റ് ചാവി കാഴ്ചവെച്ചതായിരുന്നു. പക്ഷേ 10 പേരെ ചുരുങ്ങിയിട്ടുള്ള സാഹചര്യത്തിൽ കംപ്ലീറ്റ്ലി അദ്ദേഹത്തിന് മത്സരത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു അവസരത്തിൽ പിന്നെ നമ്മുടെ റഫീനിയൊക്കെ ഒന്ന് പുറകിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു ലെഫ്റ്റ് ഏരിയയിലേക്ക് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. ആ ഒരു ലെഫ്റ്റ് ബാക്ക് റോള് പോലെ അതേമാതിരി ലെഫ്റ്റ് വിങ് ബാക്ക് റോളിലൊക്കെ കളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു ഈ ഫെലിക്സ് ഒക്കെ വന്നുള്ള സാഹചര്യത്തിൽ. പിന്നെന്താണ് മത്സരത്തിൽ മറ്റൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ബാഴ്സലോണ കിട്ടുന്ന നമ്മൾ കണ്ടത്, കിടിലൻ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ PSG ഒട്ടും കൺവിക്ഷൻ ഇല്ലാതെയാണ് അവസാനത്തെ 10 മിനിറ്റ് ഈവൻ അഗെയിൻസ്റ്റ് 10 പേരെ വെച്ച് ബാഴ്സലോണയ്ക്കെതിരെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് ബോൾ കീപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്, അതാണ് ഇൻസ്ട്രക്ഷൻ ലൂച്ചോയുടെ ഭാഗത്തുനിന്നുള്ളത്. പക്ഷെ അത് അവർക്ക് അങ്ങോട്ട് പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ മനോഹരമായിട്ട് ഫെറാൻ പ്രസ് ചെയ്യാണ് ലൂക്ക ഹെർണാണ്ടസിനെ. ലൂക്ക ഹെർണാണ്ടസ് എന്തിനാണോ ഇത്ര സമയം അവിടെ ബോൾ പിടിച്ച് വെച്ചത് എനിക്കറിയില്ല. ലൂക്ക ഹെർണാണ്ടസിനെ ഫെറാൻ പ്രസ് ചെയ്യുന്നു. ഫെറാൻ പ്രസ് ചെയ്ത് വിൻ ചെയ്യുന്ന സാഹചര്യത്തിൽ ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ലെവൻഡോസ്കി ബോളിട്ട് മുമ്പോട്ട് പോകുന്നു. ഫെറാൻ ലെവയുടെ റൈറ്റിലൂടെ നീങ്ങുന്നു, ലെഫ്റ്റിലൂടെ ഫെലിക്സ് ഒക്കെ നീങ്ങുന്നു, വേറൊരു താരം കൂടി നീങ്ങുന്നു. അപ്പോൾ ലെവൻഡോസ്കി അവിടെ അത് പാസ് ചെയ്യുന്നതിന് പകരം, അത് പാസ്സാണ് അവിടുത്തെ ബെറ്റർ ഓപ്ഷൻ, പാസ് ചെയ്യുന്നതിന് പകരം അദ്ദേഹം ഷൂട്ട് ചെയ്യാൻ തീരുമാനം എടുക്കുന്നു. അദ്ദേഹം ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്താണ് ആ ഒരു സാഹചര്യത്തിൽ. പക്ഷേ അവിടെ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് നമ്മൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ലെവൻഡോസ്കിയുടെ അടുത്തൊന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതവിടെ സംഭവിക്കുന്നില്ല. മാർക്കിന്യോസ് അവിടെ ബ്ലോക്ക് ചെയ്യാണ്. അങ്ങനെ മാർക്കിന്യോസ് മോശമില്ലാത്ത രീതിയിലൊരു പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള മത്സരമാണ് കടന്നു പോയിട്ടുള്ളത്. അവിടെ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിനാണ് ഇത്തരത്തിലുള്ള ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പോരായ്മ. ഈ ഒരു മത്സരത്തിൽ മാത്രമല്ല, ഈ സീസണിൽ ഉടനീളം നമ്മൾ ബാഴ്സലോണയുടെ ആ ഒരു അറ്റാക്കിംഗ് പ്ലേയിൽ കാണുന്നൊരു സംഭവമാണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രശ്നം. ആ ഒരു ഫൈനൽ തേർഡിൽ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ലാത്തൊരു കളി. അങ്ങനെ ബാഴ്സലോണ ആ ഒരു ഈക്വലൈസറിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നതിനിടയിൽ PSG മത്സരത്തിൽ അവരുടെ 4ാമത്തെ ഗോൾ അടിക്കുകയാണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ബാഴ്സലോണയുടെ കോർണറിൽ നിന്നാണ്. അങ്ങനെ ആ ലെഫ്റ്റ് സ്പേസിൽ നിന്ന് ഗുണ്ടോ പിന്നെ അവർ എഡ്ജ് ഓഫ് ദ ബോക്സിലേക്ക് പാസ് കൊടുക്കാൻ ശ്രമിച്ചത് ഇൻ്റർസെപ്റ്റ് ചെയ്യാണ് PSG. അങ്ങനെ അഷ്റഫ് ഹക്കീമി ആ ബോളുമായിട്ട് പറക്കുകയാണ്. നമുക്കറിയാം അദ്ദേഹം വളരെ പേസി ആയിട്ടുള്ള പ്ലെയറാണ്. അപ്പോൾ ബാഴ്സലോണ പിന്നെ റിക്കവറി ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ എംബാപ്പയുടെ പേസ് നമുക്കറിയുന്നതാണ്. എംബാപ്പെ ഓടുന്നുണ്ട്, അസെൻസിയോ ഉണ്ട്. അങ്ങനെ അഷ്റഫ് ഹക്കീമി കൃത്യമായിട്ടുള്ള സമയത്ത് അത് സെൻറ്ററിലൂടെ റൺ ചെയ്തിട്ടുള്ള എംബാപ്പയ്ക്ക് റൈറ്റിൽ നിന്ന് പാസ് കൊടുക്കുന്നു. എംബാപ്പെ 1-on-1 വിത്ത് ടെർ സ്റ്റെഗനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് അവിടെ ടെർ സ്റ്റെഗൻ സേവ് ചെയ്ത സാധനം എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിൽക്കുന്ന അസെൻസിയോയിലേക്ക് വന്നിരുന്നു. അസെൻസിയോയുടെ ഷോട്ടും അവിടെ ടെർ സ്റ്റെഗൻ തന്നെ സേവ് ചെയ്യുന്നൊരു സാധനം നമ്മൾ കണ്ടു. പിന്നെ അത് ബോക്സിൽ നിൽക്കുന്ന ജൂൾസ് കുണ്ടയിലേക്കാണ് വന്നു വീണ്ടായിരുന്നത്. ജൂൾസ് കുണ്ടി വന്നോളം അദ്ദേഹം പോക്ക് ചെയ്ത് ക്ലിയർ ചെയ്യാനുള്ള ശ്രമം നടത്തിയതാണ്. അത് ഫെർമീൻ്റെ ദേഹത്ത് ഇട്ടിട്ട് അത് ബോക്സിൽ തന്നെ നിൽക്കുന്ന നമ്മുടെ എംബാപ്പയിലേക്ക് വന്നു വീഴാണ്. അൺഫോർച്ചുനേറ്റ് മൊമെൻ്റാണ് ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം. അതായത് ഒട്ടും ഭാഗ്യമില്ലാത്തൊരു സിറ്റുവേഷൻ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. എംബാപ്പെ അത് ഗോളാക്കി മാറ്റാണ്. തനിക്ക് കിട്ടിയ ഗിഫ്റ്റോടെ ഗോളാക്കുന്നു. നേരത്തെ കിട്ടിയ ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന് ഗോളാക്കാൻ പറ്റിയില്ല, 1-on-1 ഓപ്പർച്യൂണിറ്റി. പക്ഷേ ഗിഫ്റ്റ് കിട്ടിയപ്പോൾ അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷൻ അത് ശരിക്കും ഭാവിയിൽ ചിലപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സെലിബ്രേഷൻ്റെ ഒരു ട്രെയിലർ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം എംബാപ്പെ ഈ സമ്മറിൽ മിക്കവാറും റയൽ മാഡ്രിഡിലേക്ക് വരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. അപ്പോൾ ഭാവിയിൽ എൽ ക്ലാസിക്കുകളിൽ ബാഴ്സയ്ക്കെതിരെ ഗോളടിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സെലിബ്രേഷൻ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിലർ അല്ലെങ്കിൽ ഒരു ടീസറാണ് നമ്മൾ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നത്. ശരിക്കും ബാഴ്സലോണ ആരാധകരെ പ്രൊവോക്ക് ചെയ്യുന്ന തരത്തിലുള്ള സെലിബ്രേഷനാണ് എംബാപ്പയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എംബാപ്പയുടെ ഓവറോൾ ഗെയിം അത്ര മികച്ചതൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഡെംബേലെ മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട്. ബാർക്കോല എക്സെപ്ഷണൽ ആയിരുന്നു ഓവർ ദ 2 legs എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ബാർക്കോളയാണ് ആ ഒരു ഫസ്റ്റ് ലെഗിലും ഒരു ഗെയിം ചേഞ്ചർ പോലെ PSG വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ സെക്കൻഡ് ലെഗിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ബാർക്കോള ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ എംബാപ്പെ 2 ഗോളുകൾ അടിക്കുന്നു. അതുപോലെ തന്നെ ഡെംബേലെ ഗോളടിക്കുന്നു. അദ്ദേഹം ആ ഒരു പെനാൽറ്റി വിൻ ചെയ്യുന്നു. അതോടുകൂടിയിട്ട് അദ്ദേഹം ഹെഡ്ലൈൻ മേക്കർ ആകുകയാണ്. മാത്രമല്ല ഡെംബേലേക്കാണ് മാൻ ഓഫ് ദ മാച്ച് UEFA കൊടുത്തു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഡിസേർവിംഗ് ആണ്, സംശയമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ മാൻ ഓഫ് ദ മാച്ച് ബാർക്കോള ആയിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നിട്ടുള്ളത്. ഇനി ഡെംബേലയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെംബേലെ ഞാൻ പലപ്പോഴും പറയുന്നതാണ് ഒരു എനിഗ്മയാണ്. അദ്ദേഹത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കണം എന്നുള്ളത് ആർക്കും ഇപ്പോഴും പറയാൻ പറ്റില്ല. വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു പ്ലെയറാണ്. പക്ഷേ അദ്ദേഹത്തെ വിസിൽ ചെയ്യാനും അദ്ദേഹത്തെ ബൂ ചെയ്യാനും അദ്ദേഹത്തിനെതിരെ
സോഷ്യൽ മീഡിയകളിലൊക്കെ ബാഴ്സലോണ ആരാധകർ നടത്തിയിട്ടുള്ള ആ ഒരു ക്യാമ്പയിനും സംഭവങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇവിടെ വന്നിട്ട് മികച്ചൊരു പ്രകടനം കാഴ്ചവെക്കാനുള്ള ഒരു ഫ്യൂലായിട്ട് മാറി എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് അദ്ദേഹത്തിന് ശരിക്കും ഒരു ഇന്ധനം കൊടുത്തൊരു പരിപാടിയായിട്ട് മാറി എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഈ സീസണിൽ ആകെ ബാഴ്സലോണയ്ക്കെതിരെ കളിക്കുന്ന മുമ്പ് ഒരൊറ്റ ഗോളേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ത്രൂ ഔട്ട് ദ സീസൺ ഓൾ കോമ്പറ്റീഷൻസിൽ. ബാഴ്സലോണയ്ക്കെതിരെ ഇപ്പോൾ ഈ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ കഴിഞ്ഞ സാഹചര്യത്തിൽ 2 കളിലായിട്ട് 2 ഗോളുകൾ അടിച്ചിരിക്കുകയാണ്. ആകെ 3 ഗോളുകളെ ചെങ്ങായി ഈ സീസണിൽ അടിച്ചിട്ടുള്ളൂ. അതിൽ 2 ബാഴ്സലോണയ്ക്കെതിരെയാണ്. മാത്രമല്ല ബാഴ്സലോണയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം കളിച്ചിട്ട് ഈ ചെങ്ങായി ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് ഫേസിൽ ആകെ 2 ഗോളുകൾ അടിച്ചിട്ടുള്ളൂ. 2 ഗോളുകൾ. പക്ഷേ തൻ്റെ ആദ്യത്തെ PSG-യിലുള്ള ക്യാമ്പയിനിൽ തന്നെ അദ്ദേഹം 2 നോക്കൗട്ട് ഗോളുകൾ അടിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല ആ 2 നോക്കൗട്ട് ഗോളുകളും ബാഴ്സലോണയ്ക്കെതിരെ തന്നെയാണ്. എന്നിട്ട് ഒരു ചിരിയും ചിരിച്ചിട്ട് അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാറ്റുന്ന സാഹചര്യത്തിൽ ചിരിച്ചു പോകുന്നു. 4ാമത്തെ ഗോള് എംബാപ്പെ അടിച്ചുള്ള സാഹചര്യത്തിൽ ആ ഒരു ബെഞ്ചിലിരുന്ന് ചിരിക്കുന്നു. പക്ഷേ മത്സരത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് എനിക്ക് ബാഴ്സലോണ ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യമൊക്കെ തന്നെയാണ്. പിന്നെ മാത്രമല്ല ഈ വിസിലും ബൂവും ഒക്കെ ചെയ്യുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓർക്കേണ്ട ഒരു സംഭവം, ചാവി ഹെർണാണ്ടസ് ഡെംബേലയിൽ ഒരുപാട് ട്രസ്റ്റ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് ട്രസ്റ്റ്. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പല മോശം പ്രകടനങ്ങൾ സംഭവിക്കുന്ന സാഹചര്യത്തിലും ബാഴ്സലോണ ക്ലബ്ബ് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മൊത്തത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുമ്പോൾ. എന്നിട്ട് അവസാനം അദ്ദേഹം ആ ഒരു ഷിപ്പ് ജമ്പ് ചെയ്യുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നു. എന്നിട്ടിപ്പോൾ അവരെ തന്നെ വന്ന് ഹേർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ബാഴ്സലോണയോളം ഇത് സ്ഥിരം ഒരു കാഴ്ചയായിട്ട് മാറിയിരിക്കുകയാണ്. കുട്ടീനിയോ ബാഴ്സലോണയുടെ പ്ലെയർ ആയിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ലോണിൽ ബയൺ മ്യൂണിക്കിലേക്ക് പോയിട്ട് ആ ഒരു 8-2 ഹ്യൂമിലിയേഷനിൽ ഗോളടിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അന്ന് പക്ഷേ കുട്ടീനെ സെലിബ്രേറ്റ് ചെയ്തില്ല, നല്ല കാര്യം. ഇവിടെ ഡെംബേലെ പിന്നെ എന്താണ് ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് ബാഴ്സലോണ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അദ്ദേഹം എന്താണ് 50 മില്യൺ എങ്ങാനും അല്ലേ PSG-യിലേക്ക് തിരിച്ചു പോകുന്നത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതായത് 100-300 മില്യൺ യൂറോസ് കൊടുത്തുകൊണ്ട് കുട്ടീനെയും ഡെംബേലെയും വാങ്ങിയിട്ട് അവന്മാർ തന്നെ ബാഴ്സലോണയ്ക്ക് പണി കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരിക്കുകയാണ്. എന്താല്ലേ? അപ്പോൾ ഇതൊക്കെ ഫുട്ബോളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇനി കിലിയൻ എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്നലെ അടിച്ചിട്ടുള്ള ആ ഒരു 2 ഗോളുകൾ കൂടി കണക്കിലെടുക്കുമ്പോൾ ബാഴ്സലോണയ്ക്കെതിരെ ഇപ്പോൾ 5 ഗോളുകൾ അടിച്ചിരിക്കുകയാണ് ഈ ചങ്ങായി. ഇനി അദ്ദേഹത്തിൻ്റെ എവേ മത്സരങ്ങളിലെ നോക്കൗട്ട് ഗോളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇതോട് കൂടിയിട്ട് 15 ഗോളുകളായി. അതായത് ആകെ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് മാത്രമാണ് കിലിയൻ എംബാപ്പയേക്കാൾ കൂടുതൽ എവേ നോക്കൗട്ട് ഗോളുകൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ അടിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന കാര്യം ഓർക്കേണ്ടതാണ്. എംബാപ്പെ ഈ 15 ഗോളുകൾ അടിച്ചുള്ളത് വെറും 12 മത്സരങ്ങളിൽ നിന്നാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ 39 മത്സരങ്ങളിൽ നിന്നാണ് 23 എവേ നോക്കൗട്ട് ചാമ്പ്യൻസ് ലീഗ് ഗോളുകൾ അടിച്ചുള്ളത്. എംബാപ്പയ്ക്ക് വെറും 12 മത്സരങ്ങളിൽ നിന്ന് 15 എവേ നോക്കൗട്ട് ഗോളുകൾ അടിക്കാൻ സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വർഷത്തിൽ റയൽ മാഡ്രിഡിൻ്റെ കുപ്പായത്തിലായിരിക്കും അദ്ദേഹം കളിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനിയും ഗോളുകൾ അടിച്ചു കൂട്ടാനുള്ള അവസരമാണ്. എന്തായാലും അടുത്ത PSG-യുടെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഡോട്ട്മുണ്ടുമായിട്ടുള്ള മത്സരമാണ്. ആ ഒരു ഗ്ലോറി ലൂച്ചോക്ക് ഫസ്റ്റ് സീസണിൽ തന്നെ PSG-ക്ക് നേടിക്കൊടുക്കാൻ സാധിക്കുമോ? കിലിയൻ എംബാപ്പയ്ക്ക് അവിടെ നിന്ന് പടിയിറങ്ങുന്നതിന് മുമ്പ് ആ ഒരു കിരീടം നേടിക്കൊടുത്ത് പോകാൻ സാധിക്കുമോ? കാത്തിരുന്ന് കാണേണ്ട വിഷയങ്ങളാണ്. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഹാർട്ട് ബ്രേക്കാണ്. ഹാർട്ട് ബ്രേക്ക് ആകാനുള്ള കാരണം കയ്യിലുണ്ടായിരുന്ന സംഭവമാണ്. കയ്യിലുണ്ടായിരുന്നത് അങ്ങോട്ട് PSG-ക്ക് കൊണ്ടു കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞ് കൊടുത്ത പരിപാടിയായി പോയി. ഇതിൽ അരൂഹോക്ക് ഒരു മേജർ ബ്ലെയിം ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അരൂഹോ വൺസ് അഗെയിൻ ഒരു യങ് ഡിഫൻഡറാണ്, എനിക്ക് ഇഷ്ടമുള്ളൊരു ഡിഫൻഡറാണ്. പക്ഷേ ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകളിൽ നിന്ന് വലിയ പാഠം പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ, ഇങ്ങനെ ഒരു റെഡ് കാർഡ് വാങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിലുണ്ടായിരുന്ന അഡ്വാൻറ്റേജ് കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോകും എന്നുള്ള ആ ഒരു ധാരണ ബാക്ക് ഓഫ് ദ മൈൻഡിൽ വരണം. ലേൺ ചെയ്തോളും. പുള്ളി ഭയങ്കരമായിട്ട് ഹേർട്ട് ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ നന്നായിട്ട് ബാഴ്സലോണ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. ബാഴ്സലോണ ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഈ ഒരു ക്വാർട്ടർ ഫൈനലിലേക്ക് ഇതുവരെ എത്തുന്നതിൽ വലിയൊരു പങ്ക് വെച്ചിട്ടുള്ള ചങ്ങായിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ റാഷ് ഡിസിഷൻ മേക്കിങ്ങിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഒരു കിടിലൻ പ്ലെയർ തന്നെയാണ് അരൂഹോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അദ്ദേഹം ഇതിൽ നിന്ന് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതാണ് എനിക്ക് ഈ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത്. ടഫ് ലക്ക് ബാഴ്സലോണ, അത്ര എനിക്ക് പറയാനുള്ളൂ. എനിക്കറിയാം ഭയങ്കരമായിട്ട് ബാഴ്സലോണ ആരാധകർക്ക് വിഷമമുണ്ടാക്കിയിട്ടുണ്ടാവുന്നുള്ളത്. പക്ഷേ ഒന്നേ പറയാനുള്ളൂ, ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഗെയിം. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്കറിയാം അത് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും എന്നുള്ളത്. PSG ആരാധകർക്ക് സന്തോഷിക്കാം, അവർക്ക് സെമി ഫൈനലിനെ കുറിച്ച് ചിന്തിക്കാം. അവർ ആ ഒരു ട്രബിൾ ലക്ഷ്യമാണ് ഇടുന്നത് ഈ ഒരു സീസണിൽ, ലൂച്ചോയുടെ ഫസ്റ്റ് സീസണിൽ.